CPM ലോക്കൽ സെക്രട്ടറിക്കെതിരെ കടനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ വാദം തെറ്റ്. ലോക്കൽ സെക്രട്ടറി സജീവനെതിരെ സ്റ്റേഷനിൽ ബഹളം വെച്ചെന്ന കേസുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ക്രൈം നമ്പർ 1338/2025 പരാമർശിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ മറുപടി. എന്നാൽ ഈ കേസിലുള്ളത് മറ്റൊരു പ്രതി എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമാകുന്നത്. കൊല്ലം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പരാതിക്കാരിയോടൊപ്പം സ്റ്റേഷനിലെത്തിയ സജീവ് എന്നയാൾ പോലീസ് ഉദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിക്കുകയും പിന്നീട് വീണ്ടും സ്റ്റേഷനിലെത്തി ബഹളം ഉണ്ടാക്കുകയും ചെയ്ത സംഭവത്തിൽ ക്രൈം നമ്പർ 1338/2025 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചേരുന്നുണ്ട് വിവരം നൽകാൻ കണ്ണൻ. സഭയിലാണ്, ഫ്ലോറിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം ആധികാരികമായിട്ടുള്ളൊരു മറുപടി. പക്ഷേ ഇതിൻ്റെ വസ്തുത മനസ്സിലാക്കുമ്പോൾ എന്ത് വൈരുദ്ധ്യം ഉണ്ടാകുന്നുണ്ട് കണ്ണൻ? ഒരു സംശയം വേണ്ട, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നാളെ മാറ്റി പറയേണ്ടി വരും. കാര്യം 1338 എന്ന് പറയുന്ന കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ആ FIRൽ സജീവ് എന്ന് പറയുന്ന ആളുടെ പേര് ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. വിനോദ് എന്ന് പറയുന്ന വ്യക്തി റോഡ് സൈഡിൽ നിന്ന് മദ്യപിച്ച് ബഹളമുണ്ടാക്കി അസഭ്യം പറയുകയും ചെയ്തതിന് പൊതുസ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു സ്വമേധയാ പോലീസ് എടുത്ത കേസാണ്. അല്ലാതെ പോലീസ് മുഖ്യമന്ത്രി പറയുന്നത് പോലെ പോലീസിനെ അസഭ്യം പറയുകയോ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യുക അല്ലെങ്കിൽ അവിടെ നിന്ന് മോശമായി സംസാരിക്കുകയോ ചെയ്തതിന് സജീവിനെതിരെ എടുത്തിട്ടുള്ള കേസല്ല. അതിൻ്റെ FIR ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ വിനോദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയുടെ പരാതി കുറിച്ച് അവരെ സഹായിക്കാൻ വേണ്ടിയാണ്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് സജീവ് അവിടേക്ക് എത്തിയത്. ചിലപ്പോൾ ആദ്യത്തെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത് ഇവിടെ കൊല്ലത്തു നിന്ന് പോയ റിപ്പോർട്ട് ശരിയാണ്. പക്ഷേ അതിനുശേഷം മുഖ്യമന്ത്രിക്ക് നൽകിയ ഈ നിയമസഭയിൽ വായിക്കുന്നതിന് വേണ്ടി നൽകിയ ആ സംക്ഷിപ്ത രൂപത്തിൽ നമ്പർ മാറിപ്പോയതാകാം, അല്ലെങ്കിൽ സജീവിനെതിരെ കേസുണ്ടോ എന്നുള്ള തെറ്റിദ്ധാരണ പോലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് പറ്റിയതാകാം എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത് നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്, നിയമസഭയിൽ പറഞ്ഞ വിഷയമായതുകൊണ്ട് തന്നെ നാളെ സ്വാഭാവികമായും ഇത് പ്രതിപക്ഷം വലിയ വിഷയമായി ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിൽ നാളെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടാവാനുള്ള സാധ്യതയേറെയാണ്. പക്ഷേ ഈ സംഭവത്തിൽ